പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ 1970 മുതൽ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകളുടെ വരവും പോക്കും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് പോലീസ് ഭരണമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് സർക്കാരുകളുടെ അധികാരത്തിൽ നിന്നുള്ള പുറത്തേക്ക് പോക്കിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ കേസ് മുതൽ ഇങ്ങോട്ടെടുത്ത് അവസാനം ഈ കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന് പിണറായി സർക്കാരിൻ്റെ കാര്യം നമ്മൾ എടുത്തു നോക്കിയാൽ പോലും നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ആലപ്പുഴയിലെ പോലീസിൻ്റെ ഭീകരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ മർദ്ദനം മുതൽ പോലീസുകാരുടെ മറ്റ് പോലീസ് സ്റ്റേഷനിലുള്ള മർദ്ദനം, പിന്നെ ഈ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ചെവിയെ അടിച്ച് പൊട്ടിച്ചത്, ഒന്നിലധികം കസ്റ്റഡി മരണങ്ങൾ, അതുപോലെ തന്നെ CPM നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അതിനനുസരിച്ച് തുള്ളുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അത്തരത്തിലൊക്കെ പോലീസിൻ്റെ ഭരണം ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ നിന്ന് പോകുന്നതിൽ വലിയ പങ്ക് 2-3 പതിറ്റാണ്ട് കാലങ്ങളായി വഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഈ പിണറായി വിജയൻ്റെ കീഴിലുള്ള ഏകാധിപത്യ ഭരണം നമ്മൾ നിർത്തി നോക്കിയേ. ആ ഭരണം CPMന് അനുകൂലമായി വളച്ചൊടിച്ച് കക്ഷത്തിൽ വെക്കാൻ വിജയൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് പോലീസായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, പോലീസ് എന്ന് പറയുന്ന ഒരു 19,000-ലധികം പോലീസുകാരുൾപ്പെടെയുള്ള താഴെ പോലീസുകാരിൽ നിന്നും മുകളിലോട്ട് DGP വരെയുള്ള ഉന്നത ശ്രേണി ബന്ധമുള്ള ഒരു ഫോഴ്സാണ്, ഒരു വലിയ സംവിധാനമാണ് പോലീസ്. ആ പോലീസിനെ ഉപയോഗിച്ചാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയൻ തൻ്റെ ഭരണം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നുള്ളൊരു എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സുഹൃത്തുക്കൾ, 2016 നമുക്കറിയാം, വിജയൻ അധികാരത്തിൽ വരുമ്പോൾ അന്ന് DGP ആയി വന്നത്, DGP ആവേണ്ടിയിരുന്ന ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീമൻ TP സെൻകുമാറായി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ പോയെങ്കിലും അദ്ദേഹം ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ വളരെയധികം കഴിവ് തെളിയിച്ച ഒരു ഉദ്യോഗസ്ഥനായി. ആ ഉദ്യോഗസ്ഥൻ വിജയന് അനഭിമതനാവാനുള്ള കാരണം എന്തായിരുന്നു? നമുക്കറിയാം, 2012 നടന്ന TP വധക്കേസ് അന്വേഷിച്ച് അതിലെ പ്രതികളെ കണ്ടുപിടിച്ച് അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന ആ പ്രവർത്തനത്തിലൊക്കെ സ്തുത്യർഹമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു TP സെൻകുമാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥൻ പോലീസ് സേനയുടെ തലപ്പത്ത് വരാൻ പാടില്ല എന്ന് വിജയന് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്തേക്ക് വെച്ചില്ല. പകരം പകരം ഒരാളെ നിയമിക്കാൻ വിജയൻ വലിയ ശ്രമങ്ങൾ നടത്തി. അതിനെതിരെ TP സെൻകുമാർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് അയാൾക്ക് തുടരാൻ വേണ്ടിയിട്ടുള്ള വിധിയുമായി അയാൾ തിരിച്ചു വന്നു. അയാൾ DGP ആയി. ആ DGP ആയ സമയത്ത് സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് അയാളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ചെയ്യുമായിരുന്ന ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥരെ പോലീസ് ആസ്ഥാനത്തെ ADGP പോലീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു തസ്തിക സൃഷ്ടിച്ച് അവിടെ നിയമിക്കുകയാണ് വിജയൻ ചെയ്തത്. അങ്ങനെയാണ് വിജയൻ ഈ TP സെൻകുമാർ റിട്ടയർ ചെയ്യുന്നിടം വരെ TP സെൻകുമാറിനെ കൈകാര്യം ചെയ്തു. അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിജയൻ്റെ ഭരണകാലത്തെ പോലീസ് സേനയെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരണമെങ്കിൽ താൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു DGP അവിടെ വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയൻ ആ പ്രവർത്തനം നടത്തിയത് എന്ന് നമുക്കറിയാം. പിന്നെ വിജയൻ്റെ 10 വർഷത്തെ ഭരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ചത് പോലീസ് സേനയിലെ അയാൾക്കൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടം ഉന്നതരായിരുന്നു എന്നതിന് എത്ര ഉദാഹരണങ്ങളുണ്ട് സുഹൃത്തുക്കളെ. പിന്നീട് വന്ന ലോകനാഥ് ബെഹ്റ, അയാൾ എന്ത് പറഞ്ഞാലും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് സാർ എന്ന് പറഞ്ഞ് നടപ്പിലാക്കി കൊടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ടോമിൻ തച്ചങ്കരി, വിജയൻ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുന്ന, വിജയന് വേണ്ടി എവിടം വരെ പോകാനും തയ്യാറായി നിന്ന ആളായിരുന്നു ടോമിൻ തച്ചങ്കരി, നമ്മൾ കണ്ടു. അതുപോലെ തന്നെ MR അജിത് കുമാർ എന്ന് പറഞ്ഞൊരു ADGP വന്നു. അയാൾ വിജയന് വേണ്ടി RSS നേതാക്കന്മാരായിട്ടുള്ള ദത്താത്ര ഹൊസേബോളയെയും രാം മാധവനെയും വരെ കാണാൻ പോയത് നമ്മൾ കണ്ടു.
അയാൾ വിജയന് വേണ്ടിയിട്ട് പിന്നെ സ്വപ്ന സുരേഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുപ്രതിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അതായിരുന്നു MR അജിത് കുമാർ. അതുപോലെ തന്നെ വിജയനും പ്രഭൃതികളും എന്ത് പറഞ്ഞാലും അത് ഈ പറഞ്ഞ പോലെ അറ്റൻഷനിൽ നിന്ന് ചെയ്തു കൊടുക്കുന്ന പിന്നെ ADGP S ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വിജയൻ്റെ മുമ്പിൽ എപ്പോഴും തൊഴുകയോടെ മാത്രം നിൽക്കുന്ന H വെങ്കടേഷ് എന്ന് പറഞ്ഞ വേറൊരു ADGPയെ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ വിജയൻ എന്ത് പറഞ്ഞാലും ചെയ്യും. അതുപോലെ തന്നെ വിജയന് വേണ്ടി എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന ഒരുത്തരുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഹരിശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യോഗസ്ഥൻ. അയാളാണ് ഈ ശബരിമല പിന്നെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയന് വേണ്ടി എല്ലാ പിന്നെ അധമ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നത് ഹരിശങ്കറായിരുന്നു. നമുക്കറിയാം P ശശി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉപയോഗിച്ചുകൊണ്ടാണ് വിജയൻ ഈ 10 വർഷക്കാലം തനിക്ക് അനുകൂലമായും CPM-ന് അനുകൂലമായും പോലീസ് ഭരണത്തെ അട്ടിമറിച്ച് മാറ്റിയെടുത്തത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന സമയത്ത് CPM-ന് എന്ത് ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കൂട്ടം ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വളർത്തിയെടുത്ത് അവരിലൂടെ തങ്ങൾക്ക് അനുകൂലമായി കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയായിരുന്നു വിജയൻ്റെ സർക്കാർ മുന്നോട്ട്. അതോടൊപ്പം തന്നെ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പാർട്ടി അണികൾ, പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാർ എന്ത് പറയുന്നു അതിനനുകൂലമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു അലിഖിത നിയമം വിജയൻ താഴെത്തട്ടിലും ഉണ്ടാക്കിക്കൊടുത്തു. SI CI പോലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ആരോട് CPM-കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്തു കൊടുക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് അടിത്തട്ടിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പാർട്ടി അണികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കരണക്കുറ്റിക്കിട്ട് അടിക്കുമ്പോൾ പോലും അത് മേടിച്ചുകൊണ്ട് പോകുന്നവരെ നമ്മൾ കണ്ടു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലത്തെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വിജയൻ്റെ സമയത്തുണ്ട്. അപ്പോൾ വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലീസിൻ്റെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഭരണകൂടത്തിന് വേണ്ടി ഭരണകൂടം എന്ത് പറയുന്നോ, ഭരണകൂടം എന്ത് ചെയ്യാൻ പറയുന്നോ അത് അക്ഷരാർത്ഥത്തിൽ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ നടപ്പിലാക്കുന്ന നിലയിൽ പോലീസ് സേനയെ പരുവപ്പെടുത്തി എടുത്തിരിക്കുകയായിരുന്നു വിജയൻ. അതായിരുന്നു വിജയൻ ചെയ്തിരുന്നത്. ആ വിജയൻ്റെ ഉത്തരവനുസരിച്ച് പ്രവർത്തിച്ച പോകുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അവരെ മാറ്റിയെടുക്കുക, അവരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു സേനയാക്കി മാറ്റുക എന്നുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിലായിരുന്നു ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ രമേശ് ചെന്നിത്തല. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് തന്നെ 1 മാസക്കാലമേ ആകാൻ പോകുന്നുള്ളൂ. ആ 1 മാസക്കാലത്തിനുള്ളിൽ പോലീസ് സേനയിൽ അടിമുടി മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഉണ്ടായി അടിമുടി അങ്ങ് മാറി എന്നുള്ള ഒരു അഭിപ്രായവും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കില്ല. എനിക്കാണെങ്കിൽ പോലീസിൽ നിന്ന് വിജയൻ്റെ ഭരണകാലത്ത് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എന്നെ ജയിലിലടച്ചിട്ടുണ്ട്, എന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, എന്നെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് എന്ന് പറയുന്ന ഒരു മർദ്ദന ഉപകരണമാണ് എന്ന് കൃത്യമായി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ സുഹൃത്തുക്കൾ ഇതെല്ലാം പറയുമ്പോഴും രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയുടെ കഴിഞ്ഞ 1 മാസക്കാലത്തെ പ്രവർത്തനം വളരെയേറെ ചാരിതാർത്ഥ്യജനകവും അഭിമാനകരവുമാണ് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായി വിജയൻ CPM-ന് അനുകൂലമായി, തനിക്കനുകൂലമായും തൻ്റെ പ്രഭൃതികൾക്ക് അനുകൂലമായും പരുവപ്പെടുത്തി എടുത്തു വെച്ച പോലീസ് സേനയെ അടിമുടി അങ്ങ് രമേശ് ചെന്നിത്തല മാറ്റിക്കളഞ്ഞു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ പോലീസ് എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ഒരു മർദ്ദന ഉപകരണമാണ്. ഭരണാധികാരികൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നൊരു സേനയാണ് പോലീസ് സേന എന്നുള്ള നിലയിലുള്ള ഒരു 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 സ്വഭാവം, ഒരു ക്യാരക്ടർ, അതിനെ വലിയ തോതിൽ മാറ്റിയെടുക്കാൻ ഈ കഴിഞ്ഞ 1 മാസക്കാലത്തെ തൻ്റെ പ്രവർത്തനം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ പ്രഖ്യാപിച്ച ഇതാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അത് ചെറിയ സമയം കൊണ്ട് എന്തൊരു വലിയ ഇമ്പാക്റ്റാണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. കേരള സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന മയക്കുമരുന്ന് എന്ന ഈ വിപത്തിൽ നിന്ന് കേരള സമൂഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല ആരംഭിച്ച ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ തോതിലുള്ള അനുകൂല അഭിപ്രായങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയില്ലേ. അപ്പോൾ അത് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ വലിയൊരു മാറ്റം അദ്ദേഹത്തിന് അതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹം പൂർണ്ണമായി അതിനകത്ത് വിജയിക്കുമല്ലെന്ന് എനിക്കറിയില്ല. കാരണം മയക്കുമരുന്ന് മാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ വലിയ ശക്തരാണ്.
അതുകൊണ്ട് അവരെ എത്രമാത്രം അദ്ദേഹത്തിന് തൻ്റെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയും, എത്രത്തോളം കേരളത്തിനെ ഒരു മയക്കുമരുന്ന് വിരുദ്ധ സംസ്ഥാനമായി മാറ്റാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ചൊന്നും എനിക്ക് കൃത്യമായൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ വളരെ നല്ലൊരു തുടക്കമിടാൻ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളത് നിസ്തർക്കമാണ്. അതേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത്. 2, അദ്ദേഹം പോലീസിൽ നടത്തിയിട്ടുള്ള ഒരു അഴിച്ചുപണിയിൽ പരാതിയില്ല എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ നിഷ്പക്ഷമായിട്ടുള്ളൊരു പോലീസ് സേന അല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസുകാരുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടായ്മ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ പോലീസിൻ്റെ അഴിച്ചുപണിയിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തിഗത വിശദാംശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിരുന്നു, അതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. അതോടൊപ്പം തന്നെ പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കും, അനീതി കണ്ടാൽ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കും, അനീതികൾക്കെതിരെ പോരാടും, ഗുണ്ടായിസം ഒന്നും അനുവദിക്കില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ ജനങ്ങളിലേക്ക് ഈ 2-3 ആഴ്ചക്കാലത്തെ തൻ്റെ പ്രവർത്തനത്തിലൂടെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താൻ കമ്മിറ്റഡാണ്, താൻ ആർജവത്തോടുകൂടി പ്രവർത്തിക്കും. താൻ പോലീസ് സേനയെ ഒരു ഈ പറഞ്ഞ പോലെ പീപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പോലീസ് സേനയാക്കി, ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാക്കി പോലീസ് സേനയെ മാറ്റിമറിക്കും എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചെറിയ കാലത്തെ പ്രവർത്തനം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിജയൻ്റെ ഭരണകാലത്ത് വളരെ ഭയന്നാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ചില സമയത്തൊക്കെ വീട്ടിലിരുന്ന് പുറത്ത് ഹോൺ കേൾക്കുമ്പോൾ ഞാൻ പുറത്തു വന്ന് നോക്കുമായിരുന്നു പോലീസ് വണ്ടിയാണോ എന്നത്. കാരണം എനിക്ക് എന്നെക്കാളുപരി എൻ്റെ കുടുംബാംഗങ്ങളുണ്ടല്ലോ വീട്ടിൽ, അതുകൊണ്ട് അവരെ ഓർത്തൊക്കെ തന്നെ ഞാൻ വളരെ ഭയചകിതനായിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമായിരുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് ഒരു സുരക്ഷിതത്വം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൽ എനിക്ക് രമേശ് ചെന്നിത്തലയോടുള്ള നന്ദി, ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും വലിയൊരു മാറ്റം പോലീസിൻ്റെ സ്വഭാവത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.